ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-ാമത്തെ വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ ഈ നല്ല ഒരു വാക്യം കൂടെ നമുക്കിന്ന് കിട്ടിയിരിക്കുകയാണ്. പരിശുദ്ധ ആത്മാവ് നമ്മളോട് ഇന്ന് രാവിലെ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനം നാം തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നുള്ളതാണ്. എങ്ങനെ സ്നേഹിക്കണം എന്ന് യേശു കർത്താവ് ഈ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ പറയുകയാണ്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ. അപ്പോൾ യേശു നമ്മളെ സ്നേഹിക്കുന്നു, യേശു നമ്മളെ കരുതുന്നു, യേശു നമ്മളെ അനുഗ്രഹിക്കുന്നു. ഉലകത്തിൽ നമ്മളെ സ്നേഹിക്കാൻ ആരുമില്ലെങ്കിലും, ഈ ഉലകത്തിൽ നമ്മളെ കരുതാൻ ആരുമില്ലെങ്കിലും ഭാരപ്പെടേണ്ട. നമ്മെ കരുതാനും നമ്മെ സ്നേഹിക്കാനും നമ്മുടെ ആവശ്യങ്ങൾ ഓരോന്നും തക്ക സമയത്ത് നിറവേറ്റിത്തരാൻ ഒരമ്മയെപ്പോലെ ഒരപ്പനെ പോലെ നമ്മെ സംരക്ഷിക്കാൻ സ്വർഗത്തിൽ ഒരു ദൈവമുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ എത്ര പേർക്ക് ഇന്ന് രാവിലെ സന്തോഷത്തോടെ ഒരു ആമേൻ പറയാൻ കഴിയും? നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. ഒരുപക്ഷെ നിങ്ങളെ സ്നേഹിക്കേണ്ട നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ലായിരിക്കും. പ്രസവിച്ച അമ്മ പോലും, ജന്മം തന്ന അപ്പൻ പോലും നിങ്ങളെ കരുതേണ്ടതുപോലെ കരുതാതെ, സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാതെ മാറ്റി നിർത്തിയിരിക്കുകയായിരിക്കും. കൂടെ ജനിച്ച സഹോദരങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ലായിരിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവർ പോലും കരുതേണ്ടതുപോലെ കരുതി നിങ്ങളെ സ്നേഹിക്കുന്നില്ലായിരിക്കാം. പക്ഷേ വേദപുസ്തകത്തിൽ പരിശുദ്ധ ആത്മാവ് ഇന്ന് രാവിലെ നിങ്ങളോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. യേശു സ്നേഹനിധിയാണ്, സ്നേഹത്തിൻ്റെ നിറകുടമാണ്, സ്നേഹത്തിൻ്റെ സമ്പന്നനാണ്, സ്നേഹത്തിൻ്റെ ഉറവയാണ്, ഉടമസ്ഥനാണ് യേശു. യേശു ഈ ഭൂമിയിൽ വന്നത് നമ്മളെ സ്നേഹിച്ചത് കൊണ്ടല്ലേ? യേശു ഈ ഭൂമിയിൽ ജീവിച്ചത് നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ്. യേശു ക്രൂശിൽ കയറിയത് രോമം പിച്ചിപ്പറിച്ചതും കാർക്കച്ച് തുപ്പലേറ്റതും അതുപോലെ തന്നെ കോല് കൊണ്ടുള്ള അടി വാങ്ങിയതും ചാട്ട കൊണ്ടുള്ള അടി വാങ്ങി മുൾക്കിരീടം തലയിൽ വെച്ചതും പച്ചമരക്കുരിശും എടുത്തുകൊണ്ട് കാൽവറിയോളം നടന്നു നീങ്ങിയതും വീണും എഴുന്നേറ്റും പോയത് യേശു നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഇതുപോലെ സ്നേഹിക്കാൻ ഉലകത്തിൽ ആരുമില്ല പ്രിയരെ. യേശു നമ്മളെ സ്നേഹിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് നമ്മളെ സ്നേഹിക്കുന്നില്ല. കാരണം, ഉദാഹരണം പറഞ്ഞാൽ, ഒരാപത്ത് വരട്ടെ, കയ്യിലിരിക്കുന്ന പണമൊക്കെ തീരട്ടെ, ശരീരത്തിൽ സൗഖ്യമില്ലായ്മ, ഒന്ന് കിടക്കയിൽ കിടക്കേണ്ട സാഹചര്യം വരട്ടെ, ഇന്ന് നമ്മുടെ തോളിൽ കൈയിട്ട് നടക്കുന്നവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നവരും ഒരുമിച്ച് ആയിരിക്കുന്നവരും നാളെ നമ്മുടെ ആ ഒരു വേദനയിൽ, ആ ഒരു പ്രയാസത്തിൽ കൂടെ കാണില്ല. ഇയ്യോബിന്റെ സ്നേഹിതന്മാരുണ്ടായിരുന്നു. എല്ലാ ദിവസവും വൈകിട്ട്, എൻ്റെ ഭാവനയിൽ പറഞ്ഞാൽ ഒരു 4 മണിയൊക്കെ ആവുന്ന സമയം ഇയ്യോബിന്റെ വീട്ടിൽ വന്നിരുന്ന കാര്യങ്ങളൊക്കെ പറയുന്ന സ്നേഹിതന്മാരുണ്ടായിരുന്നു. പക്ഷെ ഇയ്യോബിന്റെ ജീവിതത്തിൽ തൻ്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട്, തൻ്റെ പണമെല്ലാം നഷ്ടപ്പെട്ട്, മൃഗസമ്പത്തെല്ലാം നഷ്ടപ്പെട്ട്, തൻ്റെ വേലിയെല്ലാം പൊളിഞ്ഞ്, തൻ്റെ കുഞ്ഞുങ്ങളൊക്കെ മരിച്ച് 10 ശവപ്പെട്ടി വീടിൻ്റെ മുറ്റത്തുനിന്ന് ഇറങ്ങി. ഇനി എന്തിനേറെ പറയുന്നു, ഇയ്യോബിന്റെ ശരീരം മുഴുവനും പുഴുവെടുത്ത് വ്രണങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുമ്പോൾ ഓട്ട് കഷ്ണം കൊണ്ട് ശരീരം ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇയ്യോബിന്റെ അടുക്കൽ സ്നേഹിതന്മാർ വന്നില്ല. ഇന്നലകളിൽ കൂടെ ഇരുന്നവരും, ഇന്നലകളിൽ ഒരുമിച്ചിരുന്ന് സംഭാഷണം നടത്തിയവരും, അഭിപ്രായങ്ങൾ പറഞ്ഞവരും, തോളിൽ കൈയിട്ടവരും, ഒരുമിച്ചൊരു തീൻമേശയ്ക്ക് ചുറ്റുമിരുന്ന് കഴിച്ച അഭിപ്രായത്തോടും സന്തോഷത്തോടും ചുംബനം കൊടുത്തും പിരിഞ്ഞ സ്നേഹിതന്മാർ ഇന്ന് ഇയ്യോബിന്റെ കൂടെയില്ല. അപ്പോ ഈ ലോകം അങ്ങനെയാ.
സ്നേഹിതന്മാർ നമ്മളെ ഉപേക്ഷിക്കും. നമ്മുടെ ജീവിതത്തിൽ പരാജയം വരുമ്പോൾ, ഒരു കഷ്ടത വരുമ്പോൾ, ഒരു നഷ്ടം വരുമ്പോൾ, ഒരു താളടി ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇന്ന് കാണുന്ന ആരും നിങ്ങളുടെ കൂടെ കാണത്തില്ല. ഇനി എന്തിനേറെ പറയുന്നു, ഇയ്യോബിനെ തന്നെ നമുക്ക് ചിന്തിക്കാം. ഇയ്യോബിന്റെ കുടുംബം നോക്കൂ. തൻ്റെ ജീവിതത്തിൽ സകലതും നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, പണം നഷ്ടപ്പെട്ടു, മൃഗസമ്പത്ത് നഷ്ടപ്പെട്ടു. അവസാനം ഇയ്യോബിന്റെ കൂടെ ഉണ്ട് എന്ന് ചിന്തിച്ചത് ഇയ്യോബിന്റെ ഭാര്യയാണ്. പക്ഷേ അവിടെ ഇയ്യോബിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഇയ്യോബിന്റെ ഭാര്യ പറഞ്ഞൊരു പദം, ഏ മനുഷ്യ, നീ നിന്റെ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് ചത്തുകൂടെ? അതിനർത്ഥം എന്തുവാ? നീ എന്തിനാ ജീവിച്ചിരിക്കുന്നേ? പണമില്ല, മക്കളില്ല, മൃഗങ്ങളില്ല, ദാസിദാസന്മാരില്ല, ശരീരം മുഴുവനും പുഴുവെടുത്ത് വ്രണം വന്ന് നാറ്റമുള്ള ചലത്തിൻ്റെയും പഴുപ്പിൻ്റെയും സ്മെല്ലടിക്കുന്ന ഈ ശരീരവുമായിട്ട് എന്തിനാ ജീവിക്കുന്നത്? എനിക്ക് നിന്നെ വേണ്ട. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇങ്ങനൊരു ഭർത്താവിനെ എനിക്ക് വേണ്ട, അതുകൊണ്ട് പോയി ചത്തുകൂടെ? എന്തിനാ ജീവിക്കുന്നേ? അപ്പൊ നോക്കിക്കേ, കൂടെ നിൽക്കേണ്ടവർ, അല്പം ചൂടുവെള്ളം കൊടുക്കേണ്ടവൾ, കാലൊക്കെ ഒന്ന് തിരുമ്മി ഒന്ന് കൊടുക്കേണ്ടവൾ, കൂടെ ഉണ്ടെന്ന് ഇയ്യോബ് കരുതിയ തൻ്റെ കുടുംബം, തൻ്റെ ഭാര്യ പറയുകയാണ് ചത്തുകൂടെ. അപ്പൊ നോക്കിക്കേ, എത്ര സ്നേഹിക്കുന്ന ഭാര്യയാണെങ്കിലും, എത്ര സ്നേഹിക്കുന്ന ഭർത്താവാണെങ്കിലും, ഇതേപോലൊരു സാഹചര്യം വരുമ്പോൾ അവർ നിന്നെ വിട്ട് പോയേക്കാം. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ ആത്മമണ്ഡലത്തിൽ ദൂത് പറയാം. ആരൊക്കെ നിന്നെ പിരിഞ്ഞു പോയാലും, ആരൊക്കെ നിന്നെ കണ്ടില്ലെന്ന് വെച്ചാലും, ആരൊക്കെ നിനക്കില്ലെന്നൊരു തോന്നൽ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചാലും, ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, നിന്നെ സ്നേഹിക്കാൻ ഒരു യേശുവുണ്ട്. നിനക്കു വേണ്ടി ജീവൻ തന്ന, പ്രാണനെ തന്ന, ചങ്കിലെ ചോര പിഴിഞ്ഞൊഴിച്ചു തന്ന ഒരു കർത്താവുണ്ട്. പ്രിയരെ, ഭാര്യ ശവക്കല്ലറ വരെ ഉള്ളൂ, മക്കള് ആ കുഴിമാടം വരെ ഉള്ളൂ, ഭർത്താവ് ആ ശവക്കല്ലറ വരെ കാണൂ, അതിനപ്പുറത്ത് കാണില്ല. എന്നാൽ ആ ശവക്കല്ലറയ്ക്കപ്പുറത്തും ആ കുഴിമാടത്തിനപ്പുറത്തും നിന്നെ സ്നേഹിക്കുന്ന, ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ നിത്യതയോളം നിന്നെ സ്നേഹിക്കുന്ന, നിത്യതയോളം നിന്നെ കരുതുന്ന ഒരു യേശു ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ട് ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഗ്രേസ് ടിവിയുടെ പ്രഭാഷണം കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ പറയാം. നിങ്ങൾക്കൊരു തോന്നലുണ്ട്, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. നൂറുകണക്കിന് ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി എന്നെ വിളിക്കാറുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, രാജ്യങ്ങളിൽ നിന്ന്, എനിക്കറിയാത്ത അനേകര് രാത്രിയും പകലും ഒക്കെ അവർക്ക് സമയം കിട്ടുമ്പോൾ ഗ്രേസ് ടിവിയുടെ പ്രഭാഷണം കേട്ടിട്ട് പ്രാർത്ഥനാ വാക്കുകൾ പറയാൻ, പ്രാർത്ഥന ചോദിക്കാൻ വേണ്ടി എന്നെ വിളിക്കാറുണ്ട്. അവരിൽ പലരും പറയുന്നൊരു ഭാഗം, അതിലൊരു 25% ആളുകളും എന്നോട് പറഞ്ഞിട്ടുള്ള അതിപ്രധാനമൊരു വാക്കാണ്, പാസ്റ്ററെ, എന്നെ സ്നേഹിക്കാൻ എൻ്റെ ഭർത്താവിന് കഴിയുന്നില്ല, എന്നെ സ്നേഹിക്കാൻ എൻ്റെ മാതാപിതാക്കൾ കഴിയുന്നില്ല, എന്നെ സ്നേഹിക്കാൻ എൻ്റെ മക്കൾക്ക് കഴിയുന്നില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. മനുഷ്യൻ സ്വാർത്ഥരാണ്. അവരവർക്ക് വേണ്ടി തന്നെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നത്. സ്വത്തിൻ്റെയും പണത്തിൻ്റെയും പേരിൽ പേക്കുത്തുകൾ കാണിക്കുന്ന ഒരു സമൂഹം, സ്വന്തം സഹോദരങ്ങളോട് കരുണ കാണിക്കാതെ സ്വന്തമായി വെട്ടിപ്പിടിക്കണം എനിക്കും എൻ്റെ മക്കൾക്കും എന്ന് പറഞ്ഞ് കൂടപ്പിറപ്പിനെ പോലും ചവിട്ടി മെതിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പുറംകാല് കൊണ്ട് ചവിട്ടുന്ന, കൂടെ ജനിച്ചവരെ പോലും കരുതാത്ത, സ്വന്തമായ സ്വാർത്ഥതയ്ക്കു വേണ്ടി, സ്വന്തം നേട്ടങ്ങൾക്കു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്നാൽ ഇന്ന് രാവിലെ ആത്മാവിൽ ഞാൻ പറയാം, നിങ്ങൾ ഭാരപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. ചിലരുടെ വാക്കിന്റെ മുമ്പിലാണ് ഞാൻ ഈ സന്ദേശം നിങ്ങളോട് പറയുന്നത്. ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതും, നിന്റെ ഭർത്താവിന്റെ ജോലിക്ക് വേണ്ടി യേശു കരുതും.
നിങ്ങൾ ഒറ്റപ്പെട്ടതല്ല, അവഗണിക്കപ്പെട്ടിട്ടില്ല, നിങ്ങൾ ഭാരപ്പെടേണ്ട. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-ാം വാക്യത്തിൽ എന്നോടും നിങ്ങളോടും ഇന്ന് പകൽ കർത്താവ് പറയുക, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എവിടെ വെച്ചാണ് കർത്താവ് നമ്മളെ സ്നേഹിച്ചത്? ഏത് സാഹചര്യത്തിൽ ഇരുന്നപ്പോഴാണ് യേശു നമ്മളെ സ്നേഹിച്ചത്? റോമാലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം ഇങ്ങനെയാണ്: ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അപ്പൊ എവിടെ വെച്ചാണ് ദൈവം നമ്മെ സ്നേഹിച്ചത്? ഈ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് റോമിലുള്ള സഭയിലെ വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാ, ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ. അപ്പോ നമ്മൾ വിശുദ്ധരായതിനു ശേഷമല്ല യേശു നമ്മളെ സ്നേഹിച്ചേ. നമ്മൾ ദൈവസന്നിധിയിൽ വന്ന് യേശുവിന്റെ കൽപ്പന അനുസരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് കർത്തൃമേശയിൽ പങ്കുകൊണ്ട് ഒരു നല്ലൊരു വിശ്വാസിയായി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അല്ല യേശു നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയത്. പകരം കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്നപ്പോൾ, ആ ചെളിയിൽ കിടന്നപ്പോൾ, പാപത്തിനകത്തുരുണ്ടു മറിഞ്ഞ് ഒരു കൊടുംപാപിയായി, ആർക്കും നിയന്ത്രിക്കാൻ കഴിയാതെ, ആർക്കും സഹിക്കാൻ കഴിയാതെ, ആർക്കും ഒതുക്കാൻ കഴിയാതെ, ഒരു നികൃഷ്ട ബുദ്ധിയെപ്പോലെ, ഒരു കൊടുംപാപിയെപ്പോലെ നമ്മൾ ജീവിച്ചപ്പോൾ, നാട്ടുകാർക്കും വീട്ടുകാർക്കും മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഒരു ഭീഷണിയും അപമാനവും അപവാദവുമായി ജീവിച്ചപ്പോൾ, ദൈവവുമായി ഒരു ബന്ധവുമില്ലാതെ ദൈവത്തിൽ നിന്ന് അകന്നുമാറി, ദൈവത്തിൽ നിന്ന് വ്യതിചലിച്ച് ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന കല്ലിനും മണ്ണിനും സിമെന്റിനും തുരുമ്പിനും പ്ലാസ്റ്റർ ഓഫ് പാരീസത്തിനും കൊടുത്തിട്ട് ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം മറ്റു മനുഷ്യർക്കും കൂട്ടുകാർക്കും നൽകി കൊടുത്തിട്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയി ഈ കുഴിക്കകത്ത് കിടക്കുമ്പോഴാണ് യേശു നമ്മളെ സ്നേഹിച്ചത്. അപ്പൊ യേശുവിന്റെ സ്നേഹം പാപിയായിരിക്കുമ്പോൾ നമ്മെ സ്നേഹിച്ചു. വേദപുസ്തകം പറയുന്നു, ക്രിസ്തു പാപികളെ സ്നേഹിക്കുന്നു, എന്നാൽ പാപത്തെ ക്രിസ്തു വെറുക്കുന്നു. എൻ്റെ പ്രിയരെ, നമ്മൾ ദൈവസന്നിധിയിൽ പാപികളാണെന്ന് എപ്പോൾ സമ്മതിക്കുന്നു, അപ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് ഒരു വിമോചനം നൽകാൻ, കഴുകാൻ, നമ്മെ വിശുദ്ധീകരിക്കാൻ യേശുവിന് കഴിയും. അപ്പൊ യേശു നമ്മളെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് ദൂത് പറയുമ്പോൾ, യേശുവിനെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം എന്താണ് ഇവിടെ സംഭവിച്ചത്? ഈ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് പാപിയായിരിക്കുമ്പോൾ തന്നെ എൻ്റെ പാപങ്ങൾക്ക് തുണ നിന്നുകൊണ്ട്, എൻ്റെ പാപങ്ങളെ ക്ഷമിച്ചുകൊണ്ട് എന്ത് സംഭവിച്ചു? യേശു എനിക്കു വേണ്ടി ജീവനെ തരാൻ റെഡിയായി. ഈ റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം കൂടെ വായിക്കാം. അവിടെ ഇങ്ങനെ കാണുന്നു, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്കു വേണ്ടി മരിച്ചു. അപ്പൊ യേശു ക്രിസ്തു നമ്മളെ സ്നേഹിച്ചപ്പോൾ നമ്മുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? 6-ാം വാക്യത്തിൽ പറയുന്നു, നാം ബലഹീനരായിരുന്നു. റോമാലേഖനം 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, നാം ആരായിരുന്നു? ബലഹീനരായിരുന്നു. നാം ബലഹീനരായിരുന്നപ്പോൾ ക്രിസ്തു നമ്മളെ എന്ത് ചെയ്തു? സ്നേഹിച്ചു. നാം ബലഹീനപ്പെട്ടിരുന്നപ്പോൾ അവൻ ബലഹീനനാണ്, അവൻ പാപിയാണ്, അവൻ കൊള്ളാത്തവനാണെന്നും പറഞ്ഞ് നമ്മളെ കർത്താവ് എന്ത് ചെയ്തില്ല? ഉപേക്ഷിച്ചില്ല. സമൂഹം നമ്മളെ ഉപേക്ഷിക്കും, പള്ളി നമ്മളെ ഉപേക്ഷിക്കും, സൊസൈറ്റി ട്രസ്റ്റ് നമ്മളെ ഉപേക്ഷിക്കും. പക്ഷേ യേശു ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ചർച്ചിലൊരു മീറ്റിങ്ങിൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു ഭാഗമുണ്ട്. കർത്താവ് നമ്മോട് ക്ഷമിച്ചാലും സമൂഹം നമ്മോട് എന്ത് ചെയ്യത്തില്ല? ക്ഷമിക്കത്തില്ല. കർത്താവ് നമ്മോട് ക്ഷമിച്ചു. നമ്മളൊരു പാപം ചെയ്തു, ഒരു തെറ്റ് ചെയ്തു, കർത്താവിൻ്റെ അടുക്കൽ ചെന്നു, കർത്താവെ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം, നീ എന്നെ കഴുകണം, എന്നെ വിശുദ്ധീകരിക്കണം, അവിടുത്തെ മകനാക്കി എന്നെ തീർക്കണം, മകളാക്കി എന്നെ തീർക്കണം എന്ന് പറയുമ്പോൾ ആ വാക്കിൻ്റെ മുമ്പിൽ കർത്താവ് എന്ത് ചെയ്തു? നമ്മുടെ പാപത്തെ എല്ലാം എടുത്ത് സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് കൊണ്ട് ഒഴുക്കി എന്ത് ചെയ്യും? കളയും. വേദപുസ്തകത്തിൽ പറയുന്നു, നിന്റെ പാപം എത്ര കടും ചുമപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും. അപ്പം കർത്താവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. ഈ വക കാര്യങ്ങൾ, ക്രിയകളെല്ലാം നമ്മളിൽ കർത്താവ് ചെയ്താലും നമ്മുടെ സമൂഹം, നമ്മുടെ പ്രാർത്ഥനാ കൂട്ടം, നമ്മുടെ സഹോദരങ്ങൾ നമ്മോട് എന്ത് ചെയ്യത്തില്ല? ക്ഷമിക്കത്തില്ല.
ഇത് നമ്മുടെ ഇടയിലെ ഏറ്റവും വലിയ ബലഹീനതയാണ്. എന്നാൽ നാം ബലഹീനപ്പെട്ടിരിക്കുമ്പോൾ നമ്മളെ സമൂഹം തള്ളിയതുപോലെ, ചാർച്ചക്കാര് തള്ളിയതുപോലെ, പള്ളിക്കാര് തള്ളിയതുപോലെ, പ്രാർത്ഥനക്കാര് തള്ളിയതുപോലെ, വീട്ടുകാര് തള്ളിയതുപോലെ യേശു നമ്മളെ തള്ളുന്നില്ലെന്ന്. നമ്മുടെ ബലഹീനതകളെ കണ്ടിട്ട് ആ ബലഹീനതകളെ മറച്ചു വെച്ച് ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് നമ്മളെ രൂപാന്തരപ്പെടുത്തിയിട്ട് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്കു വേണ്ടി മരിച്ചു. ഭക്തർക്കു വേണ്ടി അല്ല മരിച്ചത്. റോമാലേഖനം 5-ാം അധ്യായം 6-ാം വാക്യം നിങ്ങൾ നോക്കൂ. ക്രിസ്തു മരിച്ചത് ഭക്തന്മാർക്ക് വേണ്ടിയല്ല, അഭക്തന്മാർക്ക് വേണ്ടിയാ മരിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഭക്തന്മാർക്ക് വേണ്ടി മരിച്ച യേശുവിനെ അല്ല അവിടെ കാണുന്നേ, അഭക്തന്മാർക്ക് വേണ്ടി. നമ്മൾ ആരായിരുന്നു? അഭക്തരായിരുന്നു. സ്വന്തം ജനം, യഹൂദജനം അഭക്തരായിരുന്നു. അവർക്ക് വേണ്ടി ജാതികൾ അഭക്തരായിരുന്നു, അവർക്ക് വേണ്ടി മരിച്ചു. അപ്പൊ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹത്തിന്റെ ആഴം കണ്ടോ? ഇവിടെ കാണുകയാ. നമ്മൾ അഭക്തരായിരുന്നപ്പോൾ, നമ്മൾ ബലഹീനരായിരുന്നപ്പോൾ നമ്മളെ കർത്താവ് എന്ത് ചെയ്തു? സ്നേഹിച്ചു. 7-ാം വാക്യത്തിൽ പറയുകയാണ്, നാം പാവികളായിരുന്നപ്പോൾ നമ്മെ കർത്താവ് എന്ത് ചെയ്തു? സ്നേഹിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ സ്നേഹിക്കുന്ന, ഇതേപോലെ കരുതുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ഇന്ന് രാവിലെ അനേക ദൈവങ്ങളുള്ള, 33 കോടി ദൈവങ്ങൾക്കധികം ദൈവങ്ങളുള്ള, ചെറുതും വലുതും കുട്ടികളുമായ ഒത്തിരി ദൈവങ്ങളുള്ള ഒരു രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത്. പക്ഷേ യേശുവിനെ പോലെ നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം വേറെ ഇല്ല. കാരണം സ്വന്തം ജീവൻ തന്ന ഏത് ദൈവമുണ്ട്? അവസാനത്തുള്ളി രക്തം പിഴിഞ്ഞു തന്ന ദൈവം ആരുണ്ട്? ഈ ലോകത്തെ സ്നേഹിച്ച ദൈവം ആരുണ്ട്? ഇന്ന് അനേക ദൈവങ്ങൾ നമ്മുടെ രക്തം കുടിക്കാൻ, നമ്മൾ വളർത്തുന്ന കോഴിയുടെയും മൃഗത്തിൻ്റെയും രക്തം കുടിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, കൊന്നുകളയാൻ ആഗ്രഹിക്കുമ്പോൾ, കൊലവിളി വിളിക്കുമ്പോൾ, യേശുവിനെ നോക്കൂ. യേശു പറഞ്ഞു, ഞാൻ അറുക്കുവാനും മുടിപ്പാനും വന്നവനല്ല, ഞാൻ സമൃദ്ധിയായ ജീവൻ തരാൻ വന്നതാ. നോക്കുക, സാത്താൻ അറുക്കുവാനും മുടിപ്പാനും വരുന്നു, ഞാൻ സമൃദ്ധിയായ ജീവൻ തരാൻ വരുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ സ്നേഹം നോക്കിക്കേ. ജീവൻ തന്ന് നമ്മെ രക്ഷിച്ചില്ലേ? രക്തം തന്ന് നമ്മെ രക്ഷിച്ചില്ലേ? ഇന്ന് രാവിലെ ആത്മമണ്ഡലത്തിൽ ദൂത് പറയാം, സ്നേഹിക്കുന്ന, കരുതുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ഉണ്ട്. അങ്ങനെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധ ആത്മാവിൽ ഞാൻ പറയാം, കരുതുന്ന, സ്നേഹിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങളുടെ സ്ഥിതിക്ക് കർത്താവ് വ്യത്യാസം വരുത്തും. ക്രിസ്തു നമ്മെ സ്നേഹിച്ചാലുള്ള ഗുണങ്ങൾ ഞാൻ വാക്യം പറഞ്ഞു വിടാം. നിങ്ങൾ തിരുവചനമെടുത്ത് ഒന്ന് നോക്കുക. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു, ലോകത്തെ കർത്താവ് സ്നേഹിച്ചു. യോഹന്നാൻ 15:16 വായിക്കുന്നു, ജീവൻ തന്നു നമ്മളെ സ്നേഹിച്ചു. നോക്കിക്കേ, ലോകത്തെ കർത്താവ് സ്നേഹിച്ചു. അപ്പോൾ തന്നെ ഈ ലോകം എന്ന് പറയുമ്പോൾ നമ്മളെയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വേണ്ടി ജീവൻ തന്ന് നമ്മളെ കർത്താവ് എന്ത് ചെയ്തു? സ്നേഹിച്ചു. ആ 2 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അങ്ങനെ കർത്താവ് നിങ്ങളെ സ്നേഹിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം അതിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ദൈവം നമ്മെ സ്നേഹിച്ചാലുള്ള ഗുണം, ദൈവം നമ്മെ സ്നേഹിച്ചാലുള്ള അനുഗ്രഹം അവിടെ എഴുതിയിട്ടുണ്ട്. അത് കാണിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യഹോവ ദൂരത്തു നിന്ന് എനിക്ക് പ്രത്യക്ഷനായി അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം എങ്ങനെയുള്ള സ്നേഹമാണ്? നിത്യസ്നേഹമാണ്. 6 മാസത്തെ വാറണ്ടിയും ഗ്യാരണ്ടിയും ഇല്ലാത്ത സ്നേഹമല്ല ദൈവത്തിന്റെ സ്നേഹം. നിത്യസ്നേഹമാണ്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹമല്ല, ഒരു കാമുകനും കാമുകിയും തമ്മിലുള്ള സ്നേഹമല്ല, കൂട്ടുകാരനും കൂട്ടുകാരിയും തമ്മിലുള്ള സ്നേഹമല്ല. നോക്കുക, നിത്യമായ സ്നേഹം എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, എവിടെ വരെ? നിത്യതയോളം. അപ്പൊ നിത്യമായ സ്നേഹം, നിത്യസ്നേഹം കൊണ്ട് എന്നെ എന്ത് ചെയ്തു? കർത്താവ് സ്നേഹിച്ചു. അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. കർത്താവ് പറയുകയാ, ദൈവം പറയുകയാ, ഞാൻ നിന്നെ നിത്യമായി സ്നേഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ദയ
ദീർഘമാക്കിയിരിക്കുന്നു. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, ദൈവം ദയ കാണിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം വട്ടപൂജ്യമാ, അമ്പേ പരാജയമാ. എന്നാൽ ദൈവം നമ്മോട് ദയ കാണിച്ചാൽ അത് ദീർഘമാ, അതിനെ തടയാൻ ആർക്കും കഴിയില്ല. നിന്റെ കുഞ്ഞുങ്ങളോട് ദയ കാണിക്കും ഇന്ന് രാവിലെ, നിന്റെ ഭർത്താവിനോട് ദൈവം ദയ കാണിക്കും ഇന്ന് രാവിലെ, നിന്റെ വീടിനോട് ദൈവം ദയ കാണിക്കും, നിന്റെ ബിസിനസ്സിനോട് ദൈവം ദയ കാണിക്കും, നിന്റെ മുടങ്ങിപ്പോയ ആ ഭാവി മണ്ഡലത്തോട് ദൈവം ദയ കാണിക്കും. നിന്റെ കൊച്ചിന്റെ കല്യാണം നടക്കുന്നില്ലേ, നിനക്കൊരു തലമുറ ഉണ്ടാകുന്നില്ലേ, ദീർഘമായ ദയ കാണിച്ച് നിത്യസ്നേഹത്താൽ നിന്നെ അനുഗ്രഹിക്കാൻ എൻ്റെ കർത്താവ് ഉണ്ടെന്ന് ഞാൻ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 31 അധ്യായത്തിൽ അതിൻ്റെ 3 വാക്യം അടിസ്ഥാനപ്പെടുത്തി പറയുകയാണ്. ദൈവം നിത്യമായി നിന്നെ സ്നേഹിക്കും, നിത്യതയോളം സ്നേഹിക്കും. യേശു നിന്നെ സ്നേഹിച്ചാൽ നീ ഒരിക്കലും ഭാരപ്പെടേണ്ട. സ്നേഹത്തിൻ്റെ അധിപതിയായ ക്രിസ്തു നിനക്ക് വേണ്ടതെല്ലാം കരുതി വെച്ചിട്ടുണ്ട്. എന്നാൽ എൻ്റെ അടുത്ത വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഇങ്ങനെയാണ്, 4-ാമത്തെ വാക്യം, ഇസ്രായേൽ കന്യകേ, ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തും. നോക്കിക്കേ, നിത്യസ്നേഹത്താൽ നമ്മെ സ്നേഹിച്ചാലുള്ള അനുഗ്രഹം ഒന്ന്, നമ്മുടെ ദയ ദീർഘമാക്കും. നമ്മോടുള്ള ദയ, ദൈവത്തിന്റെ നമ്മോടുള്ള ദയ എന്ത് ചെയ്യും? ദീർഘമാക്കും. 4-ാം വാക്യത്തിൽ വായിക്കുകയാണ്, ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തും. കണ്ടോ, ദൈവം സ്നേഹിച്ചാൽ അഭിവൃദ്ധി വരുത്തും. എൻ്റെ പ്രിയപ്പെട്ടവരെ, വെറുതെ ഞാൻ ഇന്ന് പകൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും എന്ന് പറയുകയല്ല. നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാകും. എപ്പോഴ്? ആമേൻ, നിത്യസ്നേഹം കൊണ്ട് ദൈവം നിന്നെ സ്നേഹിക്കുമ്പോൾ. അപ്പോൾ അഭിവൃദ്ധി അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ ഭാരപ്പെടേണ്ട. ദൈവത്തിന്റെ സ്നേഹം എന്ത് ചെയ്താൽ മതി? തിരിച്ചറിഞ്ഞാൽ മതി. ഇനിയും നീ ചേലോടെ തപ്പെടുത്തുകൊണ്ട് എന്ത് ചെയ്യും? ആമേൻ, സന്തോഷിച്ച് നൃത്തം ചെയ്യും. ആ 4-ാം വാക്യത്തിൽ തപ്പെടുത്തുകൊണ്ട് സന്തോഷിച്ച് എന്ത് ചെയ്യും? നൃത്തം ചെയ്യും. അടുത്തത് പറയുകയാണ്, ആമേൻ, നീ എന്ത് ചെയ്യും? പർവ്വതത്തിൽ, ആമേൻ, ശമരിയ പട്ടണത്തിൽ അല്ലെങ്കിൽ പർവ്വതത്തിൽ മുന്തിരിത്തോട്ടം ഉണ്ടാക്കും. കൃഷിക്കാർ കൃഷി ചെയ്യും, ഫലം അനുഭവിക്കും. അപ്പോൾ ദൈവം നിത്യമായി നമ്മെ സ്നേഹിച്ചാലുള്ള ഒരു വലിയ അനുഗ്രഹമാണ് അവിടെ കാണുന്നത്. നിങ്ങൾ വേദപുസ്തകം എടുത്ത് നിങ്ങൾ വായിക്കൂ, അതിനകത്ത് വ്യക്തമായി കാണാൻ കഴിയും. ഒന്നുകൂടെ ഞാൻ പറയാം, യേശു നിങ്ങളെ നിത്യമായി സ്നേഹിച്ചാൽ, ദൈവം നിങ്ങളെ നിത്യമായി കരുതിയാൽ, നിങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അനുഗ്രഹം ഒന്ന്, ആമേൻ, ദയ, ദൈവത്തിന്റെ ദയ നമ്മോട് ദീർഘമായിരിക്കും. 2, നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. 3, ചേലോടെ തപ്പെടുത്തുകൊണ്ട് സന്തോഷമുണ്ടാകും, നൃത്തം ചെയ്യും. അതുമാത്രമല്ല, മുന്തിരിത്തോട്ടങ്ങൾ വീണ്ടും ഉണ്ടാകും. കൃഷിക്കാർ കൃഷി ചെയ്ത് ഫലം അനുഭവിക്കും. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. നിങ്ങൾ നിരാശപ്പെടേണ്ട. ഇതിന് കർത്താവിന്റെ സ്നേഹം നിങ്ങൾ അറിഞ്ഞാൽ മതി. അതുകൊണ്ട് ഇന്ന് രാവിലെ ഈ ഗ്രേസ് ടിവിയുടെ പ്രേക്ഷകരായിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു നിങ്ങളെ കരുതുന്നു. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ സ്നേഹമുള്ളവരായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, ദൈവസന്നിധി മുട്ടുമടക്കുക. ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹിച്ച് പ്രാർത്ഥിക്കുക. മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിൽ സ്നേഹിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ സ്നേഹത്തോടെ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നെങ്കിൽ കർത്താവ് നിങ്ങളെ സ്നേഹിക്കും. സ്നേഹിച്ചത് നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുവരും. ഇനിയും നിങ്ങളെ സ്നേഹിച്ചാൽ, നിത്യസ്നേഹത്താൽ നിങ്ങളെ സ്നേഹിച്ചാൽ, ഈ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള സകല അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് തന്നിരിക്കും. വിശ്വസിക്കാമോ? ഈ അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ നൃത്തം ചെയ്യും, നിങ്ങൾ സന്തോഷിക്കും, അഭിവൃദ്ധി ഉണ്ടാകും, കൃഷി നടക്കും, അതിനനുഭവം, ഫലം നിങ്ങൾ അനുഭവിക്കും. നിങ്ങൾ മുടിയാൻ, തകരാൻ എൻ്റെ കർത്താവ് അനുവദിക്കുകയില്ല. കാരണം യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ജീവിതം മാറ്റിമറിച്ചൊരു കർത്താവുണ്ട്. ഞാൻ ഈ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോൾ എൻ്റെ ജീവിതം കർത്താവ് മാറ്റിമറിച്ചു. എൻ്റെ ജീവിതത്തിൽ ദൈവം വ്യത്യാസം വരുത്താൻ തുടങ്ങി. ഞാൻ നിൽക്കാൻ പറ്റാത്ത മേഖലകളിൽ കർത്താവ് എന്നെ നിർത്തി. കിടന്നുറങ്ങാൻ യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് ദൈവം ഉറക്കി. സഞ്ചരിക്കാൻ യോഗ്യതയില്ലാത്ത യാത്രകൾ ദൈവം നൽകി. കഴിക്കാൻ യോഗ്യതയില്ലാത്ത ആഹാരങ്ങൾ ദൈവം നൽകി. പോകാൻ യോഗ്യതയില്ലാത്ത രാജ്യങ്ങളിലേക്ക് കർത്താവ് നടത്തി. എന്തുകൊണ്ടാ? യേശു എന്നെ സ്നേഹിച്ചത് കൊണ്ട്. യേശു എന്നെ സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ നിലയിലേക്ക് വരില്ലായിരുന്നു, ഞാൻ ഈ അനുഗ്രഹം അനുഭവിക്കില്ലായിരുന്നു.
എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടത്തില്ലായിരുന്നു, എനിക്ക് കുഞ്ഞുങ്ങളെ കിട്ടില്ലായിരുന്നു, യേശു എന്നെ സ്നേഹിക്കുന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ആരോഗ്യം മെച്ചപ്പെടത്തില്ലായിരുന്നു, എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു, എൻ്റെ ശരീരത്തിന് രോഗം സൗഖ്യം വരത്തില്ലായിരുന്നു. പക്ഷെ ഇതൊക്കെയും ഞാൻ ഇന്ന് രാവിലെ അനുഭവിക്കുന്നെങ്കിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ചങ്ക് തുറന്നു പറയാ, യേശു എന്നെ സ്നേഹിച്ചത് കൊണ്ടാ. ഇന്നും യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. തക്ക സമയത്ത് വേണ്ടതെല്ലാം കരുതി ദൈവം നമ്മെ നടത്തുന്നെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ഞാൻ പറയട്ടെ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എൻ്റെ കൂടെ സ്നേഹസമ്പന്നനായ കർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് മുട്ടുകുത്തുക. എന്നിട്ട് പറ, കർത്താവേ, നിന്റെ സ്നേഹത്തിൽ എന്നെ ഒന്ന് കർത്താവെ അനുഗ്രഹിക്കണേ, ആ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണേ. പ്രാർത്ഥിക്ക്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവെ, ഇന്ന് രാവിലെ കേൾപ്പിച്ച നല്ല ദൂതിനായി സ്തോത്രം. ഞങ്ങളെ കർത്താവ് ഇത്രത്തോളം സ്നേഹിക്കുന്നതിനാൽ, കരുതുന്നതിനാൽ, ഞങ്ങളെ കർത്താവ് അവിടുത്തെ കരം നീട്ടി ഞങ്ങളെ വിടുവിക്കുന്നതിനാൽ ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുകയാണ്. ഞങ്ങളെ സ്നേഹിക്കാൻ പലപ്പോഴും ആരുമില്ല എന്നൊരു തോന്നൽ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ട് അത് ഞങ്ങളെ മൂകതയിലേക്കും വേദനയിലേക്കും ഭാരത്തിലേക്കും കൊണ്ടുപോകാറുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ഈ വചനത്തിൽ കൂടെ മനസ്സിലായി, ഞങ്ങളുടെ കൃഷിഫലങ്ങൾ അനുഗ്രഹിക്കപ്പെടും, ഞങ്ങൾ നൃത്തം ചെയ്യും, ഞങ്ങൾ സന്തോഷിക്കും, ഞങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. കർത്താവേ, അങ്ങയുടെ ദയ ഞങ്ങൾക്ക് ദീർഘമായിരിക്കും, നിത്യസ്നേഹത്താൽ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ഇന്ന് തന്ന നല്ല ദൂതിനായി സ്തോത്രം. ഈ വചനം ആയിരക്കണക്കിന് ജീവിതങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. ഈ വചനം അനേകരെ കണ്ണുനീർ തുടയ്ക്കട്ടെ. ഈ വചനം അനേകരെ ഉറപ്പിക്കട്ടെ. എൻ്റെ യേശുവിനുള്ള സ്നേഹത്തിൽ വർധനവുണ്ടാകാൻ, അങ്ങയുടെ അടുത്തു വരാൻ ഈ വചനം കാരണമാക്കി തീർക്കണേ. അങ്ങനോട് പറഞ്ഞ ദൂത് ഈ മക്കൾക്ക് ഞാൻ കൈമാറി. കർത്താവേ, ഇന്ന് രാവിലെ ആരും സ്നേഹിക്കാൻ ഇല്ല എന്ന് പറയുന്നവർക്ക് ഇതൊരു ആശ്വാസമായി, ഇതൊരു കൈമുതലായി ഈ ദൂത് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ മക്കളെ അനുഗ്രഹിക്കണം, ജോലി കൊടുക്കണം, കടഭാരം മാറ്റണം, രോഗം മാറ്റണം, നിന്ന മാറ്റണം, പുതുവഴി തുറക്കണം, വിവാഹം നടക്കണം, തലമുറ ജനിക്കണം. കർത്താവെ, പഠിപ്പാൻ ബുദ്ധി കൊടുക്കണം. യേശുവിൻ്റെ സ്നേഹത്താൽ ഇവരെ അനുഗ്രഹിക്കണം. അഭിവൃദ്ധിയോടെ ഇവർ ജീവിക്കട്ടെ. നഷ്ടപ്പെട്ടുപോയ സന്തോഷവും നഷ്ടപ്പെട്ടുപോയ നൃത്തവും ചേലോട് നൃത്തം ചെയ്യാൻ കർത്താവരെ ഒരുക്കണമേ. കർത്താവെ, അങ്ങയുടെ ദയ ഇവരെ വിട്ടുമാറല്ലേ. കർത്താവെ, ഞാൻ അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഈ മക്കളെ ഞാൻ ഇന്ന് രാവിലെ അനുഗ്രഹിക്കുന്നു. ഈ സന്ദേശം കേട്ട ഈ പ്രിയപ്പെട്ടവരെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചനയെ സ്വർഗത്തിലെ ദൈവം ശ്രദ്ധ വെച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആരും നിങ്ങൾക്കില്ലെങ്കിലും ഭാരപ്പെടേണ്ട, യേശു നിങ്ങൾക്കുണ്ട്. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളെ സ്നേഹിക്കുന്ന യേശു നിങ്ങളെ ഒരിക്കലും കൈവിടത്തില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, മുങ്ങിപ്പോകാൻ എത്ര തിരമാലയും പ്രശ്നങ്ങളും വന്നാലും നിങ്ങൾ മുങ്ങത്തില്ല, നിങ്ങളുടെ പടക് തകരത്തില്ല. സ്നേഹിക്കുന്ന ഒരു ക്രിസ്തു നിങ്ങളുടെ അമരത്ത് കിടപ്പുണ്ട്. ആ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കും. കാറ്റേ അടങ്ങുക, കടലേ അടങ്ങുക എന്ന് പറഞ്ഞ് കാറ്റിനെയും കടലിനെയും ശാസിച്ച് അക്കരയ്ക്ക് കൊണ്ടെത്തിച്ച ഒരു ക്രിസ്തുവുണ്ട്. ആ ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൽ നമുക്ക് ജീവിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ ആമേൻ ആമേൻ അടുത്ത ദിവസം ഇതേ സമയം ആമേൻ നമുക്ക് ഒരുമിച്ച് മറ്റൊരു ദൂതുമായി ചിന്തയുമായി നമുക്ക് ഒരുമിച്ച് കൂടാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.